യോഹന്നാൻ യേശുവിന്റെ നെഞ്ചിൽ ചായ്ന്നിരുന്നതാണെന്ന് പറയുന്നു. എപ്പോഴും യേശു സ്നേഹിച്ച ശിഷ്യൻ യേശുവിന്റെ നെഞ്ചിൽ ചായ്ന്നിരുന്നത് യേശു സ്നേഹിച്ചതാണെന്ന് പറയുന്നു. യേശു സ്നേഹിച്ചതാണെന്ന് യോഹന്നാൻ യേശുവിന്റെ നെഞ്ചിൽ ചായ്ന്നിരുന്നതാണെന്ന് പറഞ്ഞാൽ പലപ്പോഴും ഈ സ്നേഹബന്ധങ്ങൾ ഒറ്റവശായിരിക്കും. അതിൽ വലിയ സന്തോഷം ഉണ്ടാവില്ല. നീ സ്നേഹിച്ചുകൊണ്ടിരിക്കും, പക്ഷെ നിന്നെ തിരിച്ചുള്ള പ്രതികരണം ഒന്നും ഉണ്ടാവില്ല. നിന്റെ സമയം കളയരുത്. കാരണം അവരുടെ ഭാഗത്ത് നിന്ന് നിന്നെ പ്രതികരണം ലഭിക്കാത്ത പക്ഷം നീ മൗനമായിരിക്കുക തന്നെ നല്ലത്. ഇത് രണ്ട് വശമുള്ള ബന്ധമാണ്. നീ സ്നേഹിക്കുന്നു, അതിന് മറുപടിയായി ആ സ്നേഹവും നിന്നിലേക്ക് വരുന്നുവെങ്കിൽ അതിന് ദൈവം നൽകിയ അനുഗ്രഹം എന്ന് കരുതണം. പാപത്തിന് പ്രോത്സാഹനമല്ല ഇത്. ദുരിതത്തിൽ പരസ്പരം സഹായിക്കുക, ഒരാളെ സഹായിക്കുക എന്നത് പ്രസംഗി ഗ്രന്ഥത്തിന്റെ 4-ാം അധ്യായത്തിലെ 10-ാം വാക്യങ്ങളിലും പറയുന്നു. ഒറ്റയ്ക്കിരിക്കാനേക്കാൾ ഇരുവരായി ഇരിക്കുന്നത് നല്ലതാണ്. ഒരാൾ വീണുപോയാൽ മറ്റൊരാൾ എന്ത് ചെയ്യുമെന്ന് പറയുന്നു. ദ്വിതീയോപദേശ് ഖണ്ഡം 32 പറയുന്നു, ഒരാൾ 1000 പേരെ പിന്തിരിപ്പിക്കും, 2 പേർ ചേർന്നാൽ 10,000 പേരെ പിന്തിരിപ്പിക്കും എന്ന്. ദൈവത്തിന് സ്തുതി. ഇതാണ് ഐക്യത്തിനുള്ള ശക്തി. 2 പേർ ചേർന്നാൽ 10,000 പേരെ നിങ്ങൾ പിന്തിരിപ്പിക്കാൻ കഴിയും.